കേട്ടോ ലിജോ. ഇതത്തിൽ നിനക്ക് എന്ത് മനസ്സിലായി? കുത്തി ഇരുന്ന് കാണാപ്പാടം പഠിക്കുന്നവരും എല്ലാത്തരും തമ്മിലുള്ള വ്യത്യാസം. വലിയ പഠിപ്പിച്ചായിരുന്നു ആനിക്കാട്ടെ. കേട്ടോ ലിജോ, ആനിക്കാട്ടെ സെന്റ് തോമസിലെ വലിയ പഠിപ്പിച്ചായിരുന്നു. ദേ കിടക്കുന്ന ചട്ടിങ്കലും. എന്നാലും അഹങ്കാരം നമ്മുടെ മുഖത്തില്ല കേട്ടോ. വല്ല അശോക് ലൈലാൻഡ് ബസ്സോ വല്ലൊക്കെ കാണിക്കുവാണെങ്കിൽ 2-3 ബസ് സർവീസോ കാണിക്കണേ. ജസ്റ്റ് പറയാം ഇതുവഴി പോകുന്ന പണ്ട് PCC ഇതൊക്കെയായിരുന്നു പേരും സംസ്ഥാനം പറഞ്ഞാൽ മതി. സംസ്ഥാനം പറയും ഇത് അതറിയും. ഫേമസ് ആയിട്ടുള്ള ആള് തന്നെയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സ്റ്റേറ്റിലും ഉണ്ട്. കാണിച്ചടാ ഈ രാഷ്ട്രീയ പറയാലോ. ഇന്ത്യൻ ഭരണത്തിരിക്കുന്നതിന് മെയിൻ ആളാ മോദിയുടെ കൂടെ പറയാൻ പറ്റും. ഇനി ഒത്തിരി ഒരു മിനിറ്റ് അമ്മച്ചി നീ പറയുക ജസ്റ്റ് പുള്ളി പറഞ്ഞാൽ ബാക്കി നീ ഏത് ഭരണനേത്രം ചിരിക്കുന്ന നീ ആയതൊരു പറഞ്ഞ ആദ്യത്തെ നരേന്ദ്രമോദി, രണ്ടാമത്തേത് രാഹുൽ ഗാന്ധി, മൂന്നാമത്തേത് മഹേഷ് യാദവ്. അല്ല ഞാൻ പറയാം. മൂന്നാമത്തേത് എന്തോ ഉമേഷോ മറ്റേ ഞാൻ പറയട്ടെ ഇങ്ങനത്തെ മോൻ നമ്മുടെ ബീഹാർ. അതൊന്നും എനിക്കറിയണ്ട. നീ പേരല്ല ബീഹാറുമല്ല. നമ്മുടെ ലാലു പ്രസാദ് യാദവിന്റെ മോനല്ലേ? അതൊന്നും എനിക്കറിയില്ല. നീ അടുത്ത ആൾ പറ. മറ്റേ മമതാ ബാനർജി അല്ലേ? പിന്നെ ഇത് നമ്മുടെ അമിത് ഷാ. ഇതായിരുന്നു. ഇത് ഒരു മറ്റേ ഫിലിം അസോസിയേഷന്റെ ഒക്കെ ഉള്ളൊരു പുള്ളിയാ. പേരൊന്നും എനിക്ക്. അപ്പൊ മണ്ടത്തെ ഏതാ? മൂന്നാമത്തെ ഏതായിരുന്നു? അത് വേറെ പൊളിറ്റീഷ്യന്റെ മകനാ. സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അഖിലേഷ് യാദവ്. ഏതൊരു യാദവിന്റെ? മുലായം സിംഗ് യാദവിന്. അതന്നെ. ഈ അപ്പൂപ്പനേതാ? അപ്പൂപ്പൻ എനിക്ക് വലിയ പരിചയമില്ല. കാണിച്ച സൂം ചെയ്യട്ടെ. സൂം ചെയ്ത പേരൊന്നും കാണത്തില്ലല്ലോ. ഒരു സിംഗ് അയാളുടെ പേര് അരവിന്ദ് കെജ്രിവാൾ. സിംഗിന് എടുക്കത്തില്ല. ഇത് എന്നാ പവർ? ഒരു പവർ എന്നാ എനിക്കറിയാം. കോൺഗ്രസിന്റെ. അയ്യോ കോൺഗ്രസ് അല്ല മറ്റേ എന്നാ പവാറാണ്? പുള്ളിയുടെ പേര് എന്നാ പവാറാ? ശരത് പവാർ. അത് തന്നെ. ഇത് മറ്റേ ബോംബെയിലെ ശിവസേനയുടെ എനിക്ക് ശിവസേനയുടെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ പറയാം. ശിവസേനയുടെ ആ വലിയ ആളുടെ മകനാ. ഇത് ആന്ധ്രയിലെ നേരത്തെ പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. തെലങ്കാനയിലെ ചീഫ് മിനിസ്റ്റർ എന്നാ റെഡ്ഡിയാ? ഒരു ചന്ദ്രശേഖർ റെഡ്ഡിയോ അല്ല? അത് തന്നെ പെട്ടെന്ന്. ഇത് തെലങ്കാനയിലെ ചീഫ് മിനിസ്റ്റർ. ഞാൻ പറയാം. ആ ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ മരിച്ചുപോയ പുള്ളിയുടെ മകൻ. പുള്ളിയുടെ പേരെന്തായിരുന്നു? ജഗൻമോഹൻ റെഡ്ഡി. ആ പാപ്പൻ എനിക്കറിയത്തില്ല. സോറി. അന്നാരെന്ന് എനിക്കറിയത്തില്ല. മുലായം സിംഗ് യാദവ്. അല്ലല്ലേ ഇത് നിതീഷ് കുമാർ. അപ്പൊ ആര് വിജയിച്ചു? ബാക്കി ഞാൻ പറയാം. ലാലുവിന്റെ തേജസ്വി യാദവ്. ഇത് മറ്റേ മുന്നേര് നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടല്ലോ. നമ്മുടെ ഹോക്കിയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചൊരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. പഞ്ചാബാണ് ഹോക്കിയെ പ്രോത്സാഹിപ്പിച്ചത്. ഒഡീഷയുടെ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. ഇത് മറ്റേ ടാക്കൂർ അച്ഛേ. ഇത് നീ പറഞ്ഞ പോലെ ബോംബെ ശിവസേന അത് തന്നെ. ജഗൻമോഹൻ റെഡ്ഡിയാണോ? അല്ല ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇത് ജസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഔട്ട് ഓഫ് ദ കൺട്രി ഓഫ് ദ സിലബസ് ആൻഡ് ദ വേൾഡ് വേസ്റ്റ്. ഇത് ബസ്സിനെ റിലേറ്റഡാ. ഹാപ്പിയാണോ? അപ്പൊ ജസ്റ്റ് ദേഷ്യം വരുന്നുണ്ടോ? ബസ്സിനെ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ്. കേരളത്തിലെ ആദ്യത്തെ ബസ് സർവീസ് എവിടുന്ന് എവിടം വരെയായിരുന്നു? അയ്യേ, അപ്പൊ അതറിയത്തില്ലേ? അത് തന്നെ കറക്റ്റ്. എന്നാ ആ സർവീസിന്റെ പേരെന്നായിരുന്നു? മീനച്ചിൽ മോട്ടോഴ്സ് അസോസിയേഷൻ.
അത്രേ ഉള്ളൂ. ഒറ്റ ന്യൂസ് പോലെ. അപ്പൊ ഇന്നത്തോടുകൂടി ഇവിടുത്തെ സംരക്ഷണം ഇവിടെ സമാപിക്കുന്നു. നമ്മൾ മൂവി ടൈമിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ പൊതുവിജ്ഞാനം വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ കാണുക. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ ശരി, എന്നാ പോയേച്ച് വരാം.